ലീഗ് ഉണ്ടാവാൻ സാധ്യതയില്ല, കേരള കോൺഗ്രസും ഉണ്ടാവാൻ സാധ്യത. ഇനി ഉണ്ടോയെന്നറിയില്ല. അവരവരുടെയൊക്കെ നേതാക്കൾ, ലീഗൊന്നും ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണം മാറ്റോണ്ട് വിട്ടുവയ്ക്കാൻ സാധ്യതയില്ലല്ലോ. ക്രിസ്ത്യാനികളും സാധ്യതയില്ല. ഹിന്ദുക്കളിലുള്ള നേതാക്കൾ തന്നെയായിരിക്കും കൂടുതലും സാധ്യത. അതിൽ പിന്നെ ഇനി നമ്മൾ സംശയിക്കുന്നത് സമുദായ നേതാക്കളെയുമാണ്. അത് NSSൻ്റെ ആവട്ടെ SNDPയുടെ ആവട്ടെ. കാടടച്ച് വെടിവെക്കുന്നതേ അല്ല. അങ്ങനെ കാടടച്ച് വെടിവെച്ച് യൂട്യൂബിന് റീച്ച് കൂട്ടാനേ അല്ല. ഈ കേസിൻ്റെ പോക്ക് കാണുമ്പോൾ, ഈ കേസിൻ്റെ മൗനം കാണുമ്പോൾ, രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘപരിവാർ സംഘടനകളുടെയും ഹിന്ദു സമാജത്തിൻ്റെയും ഹിന്ദുവിൻ്റെ ഒന്നിച്ചിപ്പോൾ നവോത്ഥാനം നടത്തിക്കളയാമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഹിന്ദു സംഘടനകളുടെയും മൗനം കാണുമ്പോൾ, അവർ കുറേശ്ശെ ഇതിൽ നിന്ന് മാറുന്നത് കാണുമ്പോൾ, ആരൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി പ്രതിസ്ഥാനത്ത് വരാൻ സാധ്യതയുള്ളതെന്ന് അവർക്കറിയാമെന്നുള്ളത് നമുക്കറിയില്ല. അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഈ കേസിനെ എല്ലാ ഭാഗത്തു നിന്നും 3 രാഷ്ട്രീയ പാർട്ടികളുടെയും LDFൻ്റെയും UDFൻ്റെയും NDAയുടെയും ഭാഗത്തുനിന്നുള്ള ആളുകൾ നിന്നുകൊണ്ട് ഇതിനെ സെറ്റാക്കരുത്. അങ്ങനെ നിങ്ങൾ സെറ്റാക്കിയാൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. അയ്യപ്പൻ്റെ വിഷയമാണ്, ദൈവത്തിൻ്റെ വിഷയമാണ്. അതെന്തെല്ലാം നിങ്ങൾ ഒത്തുതീർപ്പുണ്ടാക്കിയാലും കാലം പിന്നെയും സാധാരണ ഒരു കൊലപാതകം, ഒരു മോഷണം അല്ലെങ്കിൽ ഒരു സംഭവത്തെ നിങ്ങൾ സെറ്റാക്കിക്കോ, ഒരു പരിസ്ഥിതി വിഷയത്തെ നിങ്ങൾ സെറ്റാക്കിക്കോ. പക്ഷെ അതൊന്നും കാര്യമില്ല. ഇത് നിങ്ങൾ സെറ്റാക്കിയാൽ അതൊരു കൊടും ചതിയാണ്. എന്തായാലും ഇപ്പോൾ ഒരുപാട് BJPക്കാരുടെ പേരുകൾ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല,